ഹായ് ഗൈസ്, റിസോണൻസ് എ പ്ലേഗ് ടൈൽ ലെഗസി ഇന്ന് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അസോബോ സ്റ്റുഡിയോസ് ഡെവലപ്പ് ചെയ്ത് ഫോക്കസ് പബ്ലിഷ് ചെയ്യുന്ന ഈ ഗെയിം എ പ്ലേഗ് ടൈൽ സീരീസിലെ മൂന്നാമത്തെ ഗെയിമാണ്. പക്ഷേ ഇതൊരു സീക്വൽ അല്ല, നേരെ മറിച്ച് ആദ്യത്തെ രണ്ട് ഗെയിമുകൾക്കും മുമ്പ് നടക്കുന്ന ഒരു കഥയാണ്. പ്ലേഗ് ടൈൽ സീരീസ് മുമ്പ് കളിച്ചിട്ടുള്ളവർക്ക് അറിയാം, അമീസിയയുടെയും ഹ്യൂഗോയുടെയും കഥയായിരുന്നു അത്. അതിന് പകരം ഇത്തവണ നമ്മൾ സീരീസിലെ രണ്ടാമത്തെ ഗെയിമായ പ്ലേഗ് ടൈൽ റിക്യൂയത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള സോഫിയ എന്ന പൈറേറ്റിന്റെ ആദ്യകാല ജീവിതത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഗെയിമിലെ ഒരു പ്രധാനപ്പെട്ട ഇതിവൃത്തമായ പ്രൈമ മാക്യുല കർസിന്റെ ഉദ്ഭവത്തെ കുറിച്ചും അതിന്റെ ആ കർസിന്റെ സീക്രട്ടുകളെ കുറിച്ചും ഒക്കെ അനാവരണം ചെയ്യും. ആദ്യ രണ്ട് ഗെയിമുകളിലെ സ്റ്റെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ആ ഗെയിം പ്ലേയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പരിപൂർണമായ മീലെ ഫോക്കസ് ഗെയിം പ്ലേക്കാണ് ഈ ഗെയിമിൽ അസോബോ മുൻഗണന കൊടുത്തിട്ടുള്ളത്. അത് ഏത് തരത്തിൽ ഈ ഗെയിമിന്റെ റിസപ്ഷനെ ബാധിക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഏറെക്കുറെ റിവ്യൂകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് IGN ദാറ്റ് മച്ച്, ബട്ട് IGN പോലുള്ള ചില റിവ്യൂവർമാർ ഇതിന് ഒരു ആവറേജ് റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേസമയം മറ്റു ചില റിവ്യൂവർമാർ ഇതിനെ നന്നായി പ്രൈസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മെറ്റാക്രിറ്റിക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ 80 ഔട്ട് ഓഫ് 100 ആണ് ഇതിന്റെ റേറ്റിംഗ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് ഗെയിം. ഇനി നമുക്ക് ഈ കഥയുടെ കാലഘട്ടത്തെ കുറിച്ച് പരിചയപ്പെടാം. പ്ലേഗ് ടൈൽ റിക്വിയം എന്ന ഗെയിമിലെ സംഭവങ്ങൾക്ക് 15 വർഷം മുമ്പാണ് റിസോണൻസിന്റെ കഥ നടക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ സോഫിയയുടെ ഭൂതകാലത്തേക്കാണ് പോകുന്നത്. റിക്വിയം എന്ന ഗെയിമിൽ കണ്ട ആ പൈറേറ്റ് സോഫിയയുടെ ചെറുപ്പകാലം. ഇതിൽ അവൾ ആദ്യമായി കോൺവെന്റിൽ നിന്ന് കന്യാസ്ത്രീകളുടെ പരീക്ഷണങ്ങൾക്കൊക്കെ ഇരയാകേണ്ടി വരികയും അവിടെ അവളുടെ കഠിനമായ കുട്ടിക്കാലവും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പൈറേറ്റ് സംഘത്തോടൊപ്പം ചേരുന്നതൊക്കെയാണ് ഇതിന്റെ തുടക്കത്തിലുള്ള ഇതിവൃത്തം. പിന്നീട് വെനീസിൽ വെച്ച് ഒരു കവർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സോഫിയ മെഡിറ്ററേനിയൻ ദ്വീപായ മിനോസിലേക്ക് രക്ഷപ്പെടും. ആ മിനോട്ടോറിന്റെ ദ്വീപിലാണ് ഈ ഗെയിമിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നടക്കുന്നത് എന്ന് പറയാം. ഒരു നിഗൂഢമായ ആകർഷണമാണ് അവളെ അങ്ങോട്ട് നയിക്കുന്നത്. ഇരട്ട കാലങ്ങൾ ഇതിൽ ഒത്തുചേരുന്നു. ഗ്രീക്ക് പുരാണങ്ങളും പ്ലേഗ് ടൈൽ കഥാപരിസരവും ഇതിലുണ്ട് എന്ന് പറയാം. കളിക്കാർ ഒരേ സമയം രണ്ട് കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. സോഫിയ ജീവിക്കുന്ന മധ്യകാലവും അതേപോലെ പുരാതന മിനോവൻ കാലഘട്ടവും. മുൻ ഗെയിമുകളിലെ സ്റ്റെൽത്തും അതുപോലെ സ്ലിംഗ് ഉപയോഗിച്ചിട്ടുള്ള പോരാട്ടവും മാറി ഇതിൽ വാളും കടാരയും ഉപയോഗിച്ചാണ് സോഫിയ ശത്രുക്കളെ നേരിടുന്നത്. ആദ്യ ഗെയിമിലെ ടീനേജർ അമീസിയയെ പോലെ അത്ര വൾണറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല സോഫിയ. ബട്ട് അതിന്റെ അർത്ഥം വളരെയധികം സമയം ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവൾക്കുണ്ട് എന്നല്ല. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ കോമ്പാറ്റ് ശൈലി ഒരു പാരി ബേസ്ഡ് സിസ്റ്റം ആണെന്ന് പറയാം. സെക്കീറോ പോലുള്ള ഗെയിമുകളിലും അതുപോലെ ബാറ്റ്മാൻ ആർക്കം ഗെയിമുകളിലേക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരുതരം പ്രത്യേക പാരി സിസ്റ്റമാണ് ഇതിലുള്ളത്. അതുപോലെ ഇതിന്റെ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ശൈലി കൂടുതലും അൺചാർട്ടഡ് പോലുള്ള ഗെയിമുകളുമായൊക്കെ താരതമ്യപ്പെടുത്താം. അതുപോലെ ടൂംബ് റൈഡർ പോലുള്ള ഗെയിമുകളും ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ആക്ഷൻ അഡ്വഞ്ചർ ശൈലിയാണ് ഈ ഗെയിമിലുള്ളത്. അതുപോലുള്ളൊരു വേൾഡ്. ബട്ട് ഈ ഗെയിം അതേസമയം തന്നെ ഒരു ചെറിയ RPG എലമെന്റിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു സ്കിൽ ബേസ്ഡ് RPG എലമെന്റ് സിസ്റ്റം ഇതിലുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ ഓൺ RPG. സോഫിയയ്ക്ക് കുറഞ്ഞ ആക്രമണങ്ങൾ മാത്രമേ താങ്ങാൻ കഴിയുള്ളൂ. എന്നാൽ ശത്രുക്കളെ തോൽപ്പിക്കുന്നതിലൂടെയും മികച്ച പ്രത്യാക്രമണത്തിലൂടെയും ഹെൽത്ത് പോയിന്റുകൾ വീണ്ടെടുക്കാൻ സോഫിയയ്ക്ക് കഴിയും. അതുപോലെ ഗെയിമിലെ പരിവേഷണത്തിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ലഭിക്കുന്ന റിസോണൻസ് പോയിന്റുകൾ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആ സ്കിൽ ട്രീയിൽ സോഫിയയുടെയും അതേപോലെ തന്നെ നമ്മൾ കളിക്കുന്ന മറ്റൊരു ക്യാരക്ടർ തിസ്യൂസിന്റെയും കഴിവുകൾ വർദ്ധിപ്പിക്കാം. ഈ ഗെയിമിൽ ഒരൊറ്റ ക്യാരക്ടറിനെ മാത്രമല്ല നമ്മൾ നിയന്ത്രിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ട് കാലഘട്ടത്തിലൂടെ കടന്നു പോകും. ഒരു കാലഘട്ടം സോഫിയയുടേതാണെങ്കിൽ സോഫിയയുടെ ആ ഓർമ്മകളിലൂടെ നമ്മൾ ആ ഗ്രീക്ക് കാലഘട്ടത്തിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ തിസ്യൂസ് ആയാണ് കളിക്കുന്നത്. പുരാതന ഗ്രീക്ക് യോദ്ധാവായ തിസ്യൂസിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. സോഫിയ വേഗതയേറിയ ചലനങ്ങളിലൂടെയും കടാര ഉപയോഗിച്ചും പോരാടുമ്പോൾ തിസ്യൂസ് തന്റെ വലിയ പരിചയം അതുപോലെ ഭാരമേറിയ വാളും ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. തിസ്യൂസിന്റെ കഴിവുകളിൽ ഷീൽഡ് ബാഷ്, ഏരിയ ഓഫ് എഫക്ട് സ്ലാം, മാക്യുല റെസിസ്റ്റൻസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം സോഫിയയുടെ കഴിവുകളിൽ റിയാക്റ്റഡ് പാരിയും കൗണ്ടർ സ്ട്രൈക്കും അജിലിറ്റി മാസ്റ്ററിയും ഒക്കെയാണുള്ളത്. ഈ തരത്തിലുള്ള സ്കില്ലുകൾ ഉൾപ്പെടുന്ന ഒരു ചെറിയ RPG എലമെന്റ് ഈ ഗെയിമിൽ ഉണ്ടെന്ന് പറയാം. ഒരു സ്കിൽ ട്രീ. പൂർണ്ണമായും പസിലുകളും സ്റ്റെൽത്തും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗെയിം പ്ലേ ഒന്നുമല്ല റിസോണൻസിലുള്ളത്. കഴിഞ്ഞ ഗെയിമിലെ പോലെ വെളിച്ചം ഉപയോഗിച്ചുള്ള പസിലുകളും അതുപോലെ ഉള്ള സ്റ്റെൽത്തും
ഒക്കെ ഇതിലുണ്ട്. പക്ഷേ ആ ഗെയിമിലെ എനിമി ആയിരുന്ന ഈ റാറ്റ് ഇൻഫെസ്റ്റേഷൻ, എലി കൂട്ടങ്ങളല്ല ഈ ഗെയിമിൽ നേരെ മറിച്ച് ഒരു സ്റ്റാൾക്കർ ശത്രുവാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ശത്രുക്കളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ അകറ്റാൻ സോഫിയയുടെ കയ്യിൽ ഒരു മിനോവൺ സ്പിയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ആർട്ടിഫാക്റ്റും ഉണ്ട്. അതുപയോഗിച്ച് പ്രകാശകിരണങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും. ഇനി തിസ്യൂസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ തിസ്യൂസ് ഒരു ഗ്രീക്ക് പോരാളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിഹാസ തുല്യമായ ലാബറിന്ത് എന്ന് പറയുന്ന പത്മവ്യൂഹം ഭേദിച്ച വ്യക്തിയാണ് തിസ്യൂസ്. ആ തിസ്യൂസിന്റെ ജീവിതത്തിലൂടെ ഉള്ള ആ യാത്രയിൽ നമുക്ക് പ്രൈമ മാക്യുലയുടെ ശാപത്തിന്റെ ആ ഉദ്ഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന് ഈ കാലഘട്ടത്തിൽ പിന്നീടുണ്ടാവുന്ന കാലഘട്ടത്തിലുള്ള ആ ബന്ധം മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്തായാലും റിസോണൻസ് എ പ്ലേഗ് ടെയിൽ ലെഗസി താമസിയാതെ പുറത്തിറങ്ങാൻ പോവുകയാണ്. പ്ലേഗ് ടെയിൽ സീരീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഗെയിമും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ പാരി ബേസ്ഡ് ശൈലിയിലേക്കുള്ള മാറ്റം ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാം. അതിനുവേണ്ടി അസോബോ ധാരാളം ഓപ്ഷനുകൾ നൽകുന്നുണ്ട്. ഇൻക്ലൂഡഡ് ഓട്ടോ പാരി, ഓട്ടോ കൗണ്ടർ അറ്റാക്ക് സിസ്റ്റം വരെ. അങ്ങനെ അതെല്ലാം ഓണാക്കി ഇടുകയാണെങ്കിൽ ഒരു പഴയ ഗെയിമിലെ പോലെയുള്ള ആ സ്റ്റെൽത്ത് ഓറിയന്റഡ് ഗെയിം പ്ലേ കളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കാം. ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കില്ല. അതുപോലെ ഈവൻ ഒരു ഇൻവിൻസിബിലിറ്റി മോഡ് വരെ ഈ ഗെയിമിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഗെയിം പ്ലേഗ് ടെയിൽ സീരീസിന് ഒരു പുതിയ തുടക്കമാകുമോ അതോ ഈ സീരീസിനെ ഇല്ലാതാക്കുമോ എന്നെല്ലാം അറിയാൻ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതിയാകും. അതുപോലെ തന്നെ പ്ലേഗ് ടെയിൽ സീരീസിലെ ആദ്യ 2 ഗെയിമുകളിലെ പ്രധാന ക്യാരക്ടറായിരുന്ന അമീസിയയുടെ കഥ അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും അസോബോയ്ക്ക് വേണമെങ്കിൽ ഒരു ഗെയിം അമീസിയെ പ്രധാന ക്യാരക്ടറാക്കിക്കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഹ്യൂഗോയുടെ കഥ കാനണിക്കലായി അവസാനിച്ചു കഴിഞ്ഞെങ്കിലും അമീസിയയുടെ കഥ കഴിഞ്ഞിട്ടില്ല. അമീസിയയുടെ ജീവിതം ഇനിയും മുമ്പോട്ട് കിടക്കുന്നു. ആൻഡ് പ്ലേഗ് ടെയിലിന്റെ ലോർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ഒരു പ്രൈമ മാക്യുല കർസിന് ഒരു കാരിയറും ഒരു പ്രൊട്ടക്ടറും ഉണ്ടാകാറുണ്ട്. സോ ഇനിയും ആ കഥ മുന്നോട്ട് പോകാം. അതുകൊണ്ട് തന്നെ റിസോണൻസ് എ പ്ലേഗ് ടെയിൽ ലെഗസി ഈ സീരീസിൽ അവസാനത്തെ ഗെയിം ഒന്നും ആവാൻ സാധ്യതയില്ല. ഇനിയും പ്ലേഗ് ടെയിൽ സീരീസ് മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് കരുതാം. The monster. It's not